നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ പാർട്ട് 3 ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് ടോപ്പിക്. രണ്ടാമത്തത് റോൾ ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ റോൾ. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ദ മെയിൻ ആൻഡ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്ന യൂസേഴ്സിന് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേണ്ട രീതിയിലുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക് ഒബ്ജക്റ്റീവ്? പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു യൂസേഴ്സിൽ എക്സ്റ്റേണൽ യൂസേഴ്സും വരും, ഇൻറ്റേർണൽ യൂസേഴ്സും വരും. ഓക്കെ, അപ്പോൾ ഈ ഇൻഫോർമേഷൻ എങ്ങനെയാണ് നോർമലി കൊടുക്കുക? ഈ എക്സ്റ്റേണൽ യൂസേഴ്സിന് നമ്മൾ ഇൻഫോർമേഷൻ കിട്ടുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മുഖേനയാണ്. അതായത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. ഇത് മുഖേനയാണ് ഈ എക്സ്റ്റേണൽ പുറമെയുള്ള യൂസേഴ്സിന് ഇൻഫോർമേഷൻ കിട്ടുക. ഇൻറ്റേർണൽ യൂസേഴ്സിന് നോർമലി ടൈം ടു ടൈം ബേസിസിൽ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ എക്സ്റ്റേണൽ യൂസേഴ്സിന് നമ്മൾ ടൈം ടു ടൈം ഒന്നും കൊടുക്കൽ സാധ്യമല്ല. അപ്പോൾ അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മുഖേനയാണ് നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ള ഇൻക്ലൂഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിക്കും വരുന്ന ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ വരുന്ന കുറേ ഇടപാടുകളെ നമ്മളൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അതിനാണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്നൊക്കെ പറഞ്ഞിരുന്നു. സെയിം ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു മാനേജർ ഉണ്ടെന്ന് വിചാരിച്ചു, അയാൾക്ക് എപ്പോഴും ഈ ബിസിനസ്സിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷനും അയാൾ ഓർത്തിരിക്കണം എന്നില്ല, അല്ലേ? ഇന്നലെ നടന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അയാൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നീട് നോക്കുമ്പോഴും അത് മറന്നു പോയിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അയാൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, അല്ലേ? എല്ലാവർക്കും അത് ഓർത്തിരിക്കാൻ കഴിഞ്ഞോണമെന്ന് വരില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും അവിടെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഓർത്തിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് എ പ്രോപ്പർ ആൻഡ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ആൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആർ കെപ്റ്റ് റെഗുലർലി. എല്ലാ ദിവസവും ഒരു ബിസിനസ് നടത്തുന്നുണ്ടോ അതിന് എല്ലാ ദിവസവും പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് അവർ കീപ്പ് ചെയ്തിരിക്കും. മോർ ഓവർ ദ റെക്കോർഡഡ് ഇൻഫോർമേഷൻ എനേബിൾസ് വെരിഫയബിലിറ്റി ആൻഡ് ആക്ട് ആസ് എ എവിഡൻസ്, അല്ലേ? വെരിഫയബിലിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് വെരിഫയബിലിറ്റി? വെരിഫയബിലിറ്റി എന്ന് വെച്ചാൽ സ്ഥിരീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടാവും, അത് കൺഫേം ചെയ്യാൻ പറ്റണം, അതിനൊരു എവിഡൻസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റെസിപ്റ്റ് ഉണ്ടാവും, ബില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെയാണ് വെരിഫൈ ചെയ്യാൻ പറ്റുക ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യാല്ലേ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ വെരിഫയബിലിറ്റി എന്ന് വെച്ചാൽ, വെരിഫയബിലിറ്റി മീൻസ് ദാറ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഇൻഡിപെൻഡൻ്റ്ലി verified to ensure its accuracy and reliability. അതായത് അത് അക്യൂറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്, അത് കൃത്യമായിട്ടുള്ള ഡാറ്റയാണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോഴ്സ് ഡോക്യുമെൻ്റ് വെക്കും. ആ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ വെരിഫയബിലിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുക. നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ലാഭനഷ്ടങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു ഓണർ, ഒരു ബിസിനസ്സിൻ്റെ ഓണർ, അയാൾക്ക് എപ്പോഴും എന്താണ്, അയാൾ
എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ഈ ബിസിനസ്സിൽ ലാഭമാണോ ഉണ്ടായിട്ടുള്ളത് ഈ പീരീഡിൽ, അതായത് ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ ഇയറിൽ എനിക്ക് ലാഭമാണോ ഉണ്ടായിട്ടുള്ളത് അതോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് അയാൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. വെദർ ദ ബിസിനസ് ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ ഇൻക്വയർഡ് ലോസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാഭവും നഷ്ടവും അറിയാൻ വേണ്ടിയിട്ട് ഇൻകമും അതുപോലെ തന്നെ എക്സ്പെൻസസും കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസിസിലാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാം. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. ഇൻകം എന്ന് വെച്ചാൽ വരവ്. ഓക്കെ, വരവിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ചെലവ്. ഓക്കെ, ഇൻകത്തിന് നമ്മൾ റവന്യൂ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് പറഞ്ഞുതരാണ്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഈ അക്കൗണ്ടിൽ നമ്മൾ നോക്കുക റവന്യൂവിനെയും അതുപോലെ തന്നെ എക്സ്പെൻസുമാണ്. വരവിന്, റവന്യൂ എന്ന് വെച്ചാൽ വരുമാനത്തെയും അതുപോലെ തന്നെ എക്സ്പെൻസിനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷന്, പ്രോഫിറ്റ് ആണ് കേട്ടോ, പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷന് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് വരിക? റവന്യൂ എക്സസ് ഓവർ എക്സ്പെൻസസ്, അതായത് ചെലവിലേറെ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ അതാണ് പ്രോഫിറ്റ് എന്നുള്ള സിറ്റുവേഷൻ. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വരവാണ് ചെലവിലേറെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷന് റവന്യൂ ആയിട്ട് ആ കൊല്ലം ഉണ്ടായിട്ടുള്ളത് 6 ലക്ഷമാണ് വിചാരിക്കുക കേട്ടോ, ഒരു എക്സാമ്പിളാണ്. എക്സ്പെൻസ് ആയിട്ട് അവർക്ക് അക്കൊല്ലം വന്നിട്ടുള്ളത് 5,40,000 5,40,000. അപ്പോൾ ഇവിടെ അവർക്ക് പ്രോഫിറ്റ് അല്ല ഉണ്ടായിരിക്കുന്നത്, കാരണം റവന്യൂ ആണ് കൂടുതൽ, 6 ലക്ഷം ഉണ്ട്, എക്സ്പെൻസസ് 5,40,000 ഉള്ളൂ. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ടായിട്ടുള്ളത്? 60,000 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ റവന്യൂ എക്സസ് ഓവർ എക്സ്പെൻസസ്. Okay, profit represent excess of revenue over expenses. എക്സ്പെൻസസിലേറെ കൂടുതൽ റവന്യൂ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സിറ്റുവേഷൻ? പ്രോഫിറ്റ് ആണ് ആ കമ്പനീൻ്റെ സിറ്റുവേഷൻ. രണ്ടാമത്തത് നമ്മൾ നോക്കുന്നത് ലോ. അപ്പോൾ ലോസ് എന്നുള്ള സിറ്റുവേഷൻ, L = ലോസ് എന്നുള്ള സിറ്റുവേഷൻ ഒരു കമ്പനിക്ക് ഉണ്ടാവുക എക്സ്പെൻസസ് ആർ ഓവർ റവന്യൂ. വരുമാനത്തിലേറെ കൂടുതൽ ചെലവാണ് വന്നിട്ടുള്ളത് എങ്കിൽ ആ കമ്പനിക്ക് ലോസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ എക്സ്പെൻസ് 1 ലക്ഷമാണ് വിചാരിച്ചോ. ഓക്കെ, ചെലവായിട്ടുള്ളത് 1 ലക്ഷം. എന്നാൽ അവർക്ക് റവന്യൂ വരുമാനം ഉണ്ടായിട്ടുള്ളത് 60,000 ആണ് ആ ഇയർ വിചാരിച്ചോ. അപ്പോൾ അവരുടെ നഷ്ടം എത്രേ? 40,000. 40,000 അവർക്ക് എന്ത് വന്നു? നഷ്ടം വന്നു ആ ഇയറിൽ. അപ്പോൾ ഇങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒന്നും കൂടി നോട്ട് ചെയ്തോ. പ്രോഫിറ്റ് റിപ്രസെൻറ്റ്സ് എക്സസ് ഓഫ് റവന്യൂ ഓർ ഇൻകം ഓവർ എക്സ്പെൻസസ്, നമ്മളുടെ വരുമാനം കൂടുതലുള്ള സിറ്റുവേഷൻ. രണ്ടാമത്തത് ലോസ് റിപ്രസെൻറ്റ്സ് ദ ടോട്ടൽ എക്സ്പെൻസസ് എക്സീഡ് ദി ടോട്ടൽ റവന്യൂ, ചെലവാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് accounting also aims at ascertaining the financial position of a business. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് അക്കൗണ്ടിങ് മുഖേന അറിയാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് വഴിയാണ് നമ്മൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക. ഈ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുന്ന 2 ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റ് എന്ന് വെച്ചാൽ ആസ്തി, അസറ്റ് എന്ന് വെച്ചാൽ ആസ്തി. ലാബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ബാധ്യതകളെയാണ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് അക്കൗണ്ടിങ് പീരിയഡിൽ എത്രത്തോളം ലാഭം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആസ്തി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് എത്രത്തോളം ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആണ് പിന്നെ ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ആ ബാലൻസ് ഷീറ്റിലൂടെയാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, എന്താണ് ആ കമ്പനിയുടെ
ഫിനാൻഷ്യൽ നിലനിൽപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ട ഇൻഫോർമേഷൻസ്, അക്കൗണ്ടിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അത് യൂസേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ യൂസേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേർണൽ യൂസേഴ്സ് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ, കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സ് ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, എക്സ്റ്റേർണൽ യൂസേഴ്സിൽ ആരൊക്കെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇനി അതിലോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള റോൾസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പോകുന്നത്. റോൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ റോള് ഓരോ സെഞ്ച്വറീസ് കടക്കും തോറും മാറ്റങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോളിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്, കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റോളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഈസ് റിഗാർഡഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിലെ ലാംഗ്വേജ് ആയിട്ട് അക്കൗണ്ടിങ് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ആൾസോ പെർഫോംസ് ദി സർവീസസ് ആക്ടിവിറ്റി ബൈ പ്രൊവൈഡിങ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ദി യൂസേഴ്സ് ഇൻ വേരിയസ് വേസിൽ യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻഫോർമേഷൻസ് അക്കൗണ്ടിങ് കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം കളക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് എക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് ദി എൻ്റർപ്രൈസസ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ താല്പര്യമുള്ള എല്ലാ വ്യക്തികൾക്കും കുറേ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാൻ അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ റോൾ. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ റോൾ എന്ന് വെച്ചാൽ ഭയങ്കര വൈഡാണ്. വൈഡായിട്ടുള്ള റോൾ തന്നെയാണ് അക്കൗണ്ടിങ്ങിന് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക്. നെക്സ്റ്റ് പാർട്ട് 4 വരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.